ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുകുകയാണ്. സിബിഐയും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കും. ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് പണം നൽകിയ ആളാണ് കേസിലെ മാപ്പ് സാക്ഷിയെന്ന് ആപ് മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. അറസ്റ്റിനെതിരെ ദില്ലിയിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരെ ഇന്ത്യ സഖ്യം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ്. ദില്ലി മദ്യനയ അഴിമതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്കുമുറുകുന്നു. ഇഡിക്ക് പിന്നാലെ സിബിഐയും കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കും. കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രിയെ ഇഡി ചോദ്യം ചെയ്തു. രാജ്യത്തെ തകർക്കുന്ന ശക്തികൾക്ക് എതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേജ്രിവാൾ സന്ദേശത്തിലൂടെ അറിയിച്ചു. करोड़ों लोगों की दुआएं मेरे साथ है, यही मेरी ताकत है. आम आदमी पार्टी के सभी कार्यकर्ताओं से भी मेरी अपील है कि मेरे अंदर जाने से समाज सेवा और लोक सेवा का काम रुकना नहीं चाहिए. മദ്യനയ കേസിലെ മാപ്പുസാക്ഷി ശരത്ചന്ദ്ര റെഡ്ഡിയെ ഇഡി ആദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചു. പിന്നീട് പ്രതിയാക്കി ഇപ്പോൾ മാപ്പുസാക്ഷിയാക്കിയെന്ന് മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. शरद रेड्डी जी कहते हैं कि मेरी उनसे शराब घोटाले पे बात भी हुई और जैसे ही शरद रेड्डी ये कहते हैं उनको जमानत भी मिल जाती है ईडी के द्वारा, लेकिन ये तो सिर्फ बयान है. കേജ്രിവാളിന്റെ അറസ്റ്റിൽ ദില്ലി ഷഹീദി പാർക്കിൽ AP പ്രവർത്തകർ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേജ്രിവാളിനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ ജർമ്മൻ എംബസി പ്രതിനിധിയെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്തെ വേട്ടയാടലിനെതിരെ ഇന്ത്യ സഖ്യം കോടതിയെ സമീപിക്കും. എന്ത് തെളിവാണ് കേജ്രിവാളിനെതിരെ ഉള്ളത് എന്ന് KC വേണുഗോപാൽ ചോദിച്ചു. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും അഴിമതി ഇല്ലാത്ത പാർട്ടി എന്ന് പറഞ്ഞ BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ പ്രതികൂട്ടിലായി. അത് മറച്ചു പിടിക്കാനാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് പോലും. സത്യത്തിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, CBI ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ED ഓഫീസേഴ്സ് അവരെ നിയന്ത്രണമില്ലാതെ BJPയുടെ പാവകളായിട്ട് വർക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ജനങ്ങളിലേക്ക് പരമാവധി ഈ വിഷയം എത്തിക്കാനുള്ള ശ്രമമായിരിക്കും വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇനിയും ആം ആദ്മി തുടരുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.